ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 5.1 ഡീകോഡർ ബോർഡാണ്. ഒരു ഹോം തിയേറ്റർ ആംപ്ലിഫയർ ചെയ്യുന്നതിനായി ഞാൻ വാങ്ങിയ ഈ ബോർഡ് ഫ്യൂടെക് എന്ന് പറയുന്ന കമ്പനിയുടെ FT003 എന്ന് പറയുന്ന ഒരു ബോർഡാണ്. അതിൻ്റെ വെർഷൻ 2 ആണ്. ഇതിൻ്റെ തന്നെ വെർഷൻ 3, 4 എല്ലാം അവൈലബിൾ ആണ്. 12 വോൾട്ട് 1 ആംപിയർ മിനിമം ആണ് ഇതിൻ്റെ ഇൻപുട്ടായി നൽകേണ്ടത്. നമുക്ക് ഇതിൽ ഓഡിയോ ഇൻപുട്ടായി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 5 ചാനലുകളും ഒരു സബിൻ്റെ ഔട്ടും നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കും. ഇൻപുട്ടായി കൊടുക്കാൻ പറ്റുന്ന HDMI, ഒപ്റ്റിക്കൽ, SPIDF അഥവാ കോയാക്സിയൽ ഇവയാണ്. പിന്നീട് ഓക്സ് ഇൻപുട്ടായി കൊടുക്കാം. സിനിമയുടെ ഇൻപുട്ട് ഫോർമാറ്റിനനുസരിച്ച് DTS, ഡോൾബി, പ്രോലോജിക് ഇവ വ്യത്യസ്ത ICകളിലാണ് ഡീകോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഡിക്കേഷൻ LED നമുക്കിതിൽ തന്നെ കാണാൻ കഴിയും. ഡിജിറ്റൽ ആംപ്ലിഫയറിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ കൂടെ ഇത് പെയർ ചെയ്ത് ഉപയോഗിക്കാം. ഞാനൊരു അനലോഗ് ആംപ്ലിഫയർ നിർമ്മിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ റിമോട്ട് കിറ്റ് ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ ഔട്ട്പുട്ടായി ലഭിക്കുന്ന സെൻട്രൽ ചാനലും സറൗണ്ട് ചാനലും ഡയറക്റ്റ് ആംപ്ലിഫിക്കേഷനിലേക്ക് വിടുകയും ലെഫ്റ്റ് റൈറ്റ് ചാനൽസ് ആക്റ്റീവ് ക്രോസ് ഓവർ ഉപയോഗിച്ചിട്ട് ലോ, മിഡ്, ഹൈ എന്നീ ഫ്രീക്വൻസി റേഞ്ചുകളായി സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഓരോ ചാനലിലും 3 ആംപ്ലിഫയർ ചാനലിൽ കൂടി കടത്തിവിട്ട് ഔട്ട്പുട്ട് എടുത്ത് സ്പീക്കറിൽ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒരു ഹൈബ്രിഡ് മ്യൂസിക്കും സിനിമയും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആണ് പ്ലാൻ ചെയ്യുന്നത്. അതിലേക്കാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നത്. ഈ ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ആളുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ധാരാളം ചാനലുകളിൽ നമുക്ക് റിവ്യൂ കാണാം. ഞാനും റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഒരു ബോർഡ് സെലക്ട് ചെയ്തത്. ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഔട്ട്പുട്ടിലേക്ക് ആക്റ്റീവ് ക്രോസ് ഓവർ കൊടുക്കുന്ന മാത്രമാണ് എൻ്റേതായ ഒരു പരീക്ഷണം ഞാനിതിൽ നടത്തുന്നത്. ഇവ നിർമ്മിച്ച ശേഷമുള്ള ഫീഡ്ബാക്കും ഒബ്സർവേഷൻസും അത് കഴിഞ്ഞിട്ട് പറയാം. താങ്ക്സ്.